Hi friends, welcome back to my YouTube channel. ഇന്ന് ഞാനൊരു മാംഗോ ചീസ് കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അവനൊന്നുമില്ലാതെ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഒരു ചീസ് കേക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുക്കണം. ഞാനിവിടെ പാർലേജി ബിസ്ക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് ബേക്ക് ചെയ്യാനുള്ള രീതിയിൽ ഒരു പാത്രത്തിന് സെറ്റപ്പ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ കുറച്ച് ഫോയിൽ പേപ്പർ എടുക്കുക. എന്നിട്ട് ഏത് പാത്രത്തിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കമഴ്ത്തി വെച്ചിട്ട് ആ പാത്രത്തിൻ്റെ ഷേപ്പിലാക്കുക നമ്മൾ ഫോയിൽ പേപ്പറിനെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് ഷേപ്പ് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ടാവും. ഇതുപോലെ ആയിക്കിട്ടും, ഏകദേശം പാത്രത്തിൻ്റെ ഷേപ്പിലേക്ക് തന്നെ വരും. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പം ഇത് നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഡിമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആ ബിസ്ക്കറ്റിൻ്റെ മിക്സിലേക്ക് ഈ ബട്ടറിനെ മെൽറ്റ് ചെയ്തൊഴിക്കണം. ഡയറക്റ്റായിട്ട് മെൽറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാനത് ബേൺ ചെയ്യുന്നതുകൊണ്ട് ഞാനത് ഡബിൾ ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇതിന് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു കപ്പിലേക്ക് ബട്ടറിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇങ്ങനെ തിളയ്ക്കുന്നൊരു വെള്ളത്തിൽ ഇറക്കി വെച്ച് അതിനിങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ പൊടിച്ച് വെച്ച ആ ബിസ്ക്കറ്റുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം നേരത്തെ റെഡിയാക്കി വെച്ച ഈ പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റും മെൽറ്റഡ് ബട്ടറും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം. ഇതാണ് നമ്മളുടെ ചീസ് കേക്കിൻ്റെ ബേസ് വരുന്നത്. അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ടൊക്കെ നന്നായിട്ട് ഇങ്ങനെ അതിനെ ഫ്ലാറ്റാക്കി വെക്കണം. അതിന് അങ്ങനെ ഷേപ്പ് ചെയ്ത് ഫ്ലാറ്റാക്കി നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കുക. അതിനുശേഷം നമ്മളത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ലെയർ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ലെയറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇനി നമുക്ക് മിക്സിയിലെടുത്തിട്ട് അതൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് ലെയർ ഇടാൻ വേണ്ടിയിട്ടുള്ള ക്രീം ചീസ് മിക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇടുന്നത് നല്ല പഴുത്തിട്ടുള്ളൊരു മാങ്ങയാണ്. ഒരു ഫുൾ മാങ്ങ ഇടുന്നുണ്ട്. പിന്നെ 200 ഗ്രാംസ് ക്രീം ചീസാണിത്. അത് മൊത്തമായിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. ഇത് 250 ml ആണെന്ന് തോന്നുന്നു. അതും ഫുള്ള് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ബാക്കി വെച്ചിട്ടൊരു കാര്യമില്ലാത്തതുകൊണ്ടാണ് ഫുള്ള് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഷുഗർ ഞാനൊരു 4 ടേബിൾ സ്പൂണാണ് ഇതിനകത്ത് യൂസ് ചെയ്തത്. അതിനുശേഷം ഇത് നല്ല കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ ആണ് ഇതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്യുന്നത്. ഇതിനൊക്കെ ബൈൻഡ് ചെയ്ത് കുറച്ച് കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാനൊരു 1.5 to 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ടുള്ള ബേസാണ്. ഇനി ഈ ബേസിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ചീസ് മിക്സ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. അതിൻ്റെ ഉള്ളിലൊക്കെ എയർ ബബിൾ കുടുങ്ങി കിടന്ന് അങ്ങനെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഹോൾസ് പോലെ ഉണ്ടാവും. അതുകൊണ്ട് അത് വരാണ്ടിരിക്കാൻ വേണ്ടി ടാപ്പ് ചെയ്ത് പിന്നെ വെള്ളം ഇങ്ങനെ ഇതിനകത്തേക്ക് ഉറ്റി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് ഒരു ചെറിയ ലിഡ് വെച്ച് മൂടിയിട്ട് നമ്മൾ കുക്കറുണ്ടല്ലോ, കുക്കറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വെക്കാം. എന്നിട്ട് അതിൻ്റെ വിസിലെടുത്ത് മാറ്റിയിട്ട് നമ്മളതിനെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് നമ്മൾ ഈ മിക്സിയുടെ പാത്രം എടുത്ത് ഇറക്കി വെക്കണം. എന്നിട്ട് ഞാനൊരു 45 മിനിറ്റ്സാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തത്. അതിനുശേഷം നമ്മൾ ക്രീം ചീസിൻ്റെ കേക്കിൻ്റെ മുകളിൽ ടോപ്പിങ്സ് ആയിട്ട് ഞാനൊരു ചെറിയൊരു മാംഗോ സിറപ്പാണ് അതിൻ്റെ മുകളിലിടുന്നത്. ആ സിറപ്പ് ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം തന്നെ മാംഗോ ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് ഇങ്ങനെ പ്യൂരിയാക്കി ഇതിനെ ഞാനൊന്ന് അരിച്ചും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവും കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെറിയ ഹീറ്റിൽ ഇങ്ങനെ അതിനെ കുറുക്കിയെടുക്കണം. കുറുക്കി കുറച്ച് വിസ്കസ് ആയി വരും, കുറച്ച് കട്ടി കൂടി വരും. അങ്ങനെ കുറച്ച് കട്ടി കൂടി ആ ഒരു സ്റ്റേജ് ആവുന്ന നേരം നല്ല വിസ്കസ് ആവുന്ന നേരം നമ്മളത് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് പക്ഷേ നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിലിങ്ങനെ വെക്കണം, എന്നാലേ ഉള്ളൂ ശരിക്കും സെറ്റാവുള്ളൂ. ഇത് ഹാഫ് സെറ്റായിട്ടേ ഉള്ളൂ.
ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ പുറത്തേക്ക് എടുത്തിട്ടുള്ള അവസ്ഥയാണ്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ സിറപ്പും കൂടിയിട്ട് അതിന് ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ വന്ന് നോക്കിയപ്പോഴേക്കും ആരൊക്കെയോ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട്. ഇപ്പം നല്ല ഹാർഡായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം ഇതുപോലെ ഇരിക്കും. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മറ്റേ മൈദയൊന്നും യൂസ് ചെയ്യണ്ട. പക്ഷേ എന്തായാലും മധുരമൊക്കെ തന്നെയാണ്. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഒരു സ്പെഷ്യൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.